പ്രേക്ഷകർ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ഓരോ എപ്പിസോഡ് കഴിയും തോറും മത്സരം ഇങ്ങനെ കൂടുതൽ കൂടുതൽ വാശിയേറിയ പോരാട്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ടോപ്പ് സിംഗറിൽ നടക്കുക എന്നറിയാനായിട്ട് പ്രേക്ഷകരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് സിംഗർ ഓരോ ദിവസം കഴിയും തോറും. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുപേരെ വെൽക്കം ചെയ്യാനുണ്ട്. 2 പേരുടെ ഒരു കിടിലം കംബാക്ക് ആണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത്. ആരൊക്കെയായി ചേച്ചിയത്? ദേ ഇരിക്കുന്നു 2 പേർ. നിന്നും എത്തിയ നമ്മുടെ സ്വന്തം MJ അങ്കിൾ, മലേഷ്യയിൽ നിന്നും എത്തിയ നമ്മുടെ സ്വന്തം ഉണ്ണി അങ്കിൾ. ആര്യ ചേച്ചി എവിടെയെങ്കിലും പൊക്കൂടാ? മീനൂട്ടാ എവിടെയൊക്കെ പൊക്കൂടെ? തിരിച്ചെനിക്ക് അത് അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാത്ത ആളാ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടി എവിടെയെങ്കിലും പോവാ. ആര്യ ചേച്ചി കുറച്ച് കൂടുതൽ സ്നേഹത്തിന് വേണ്ടി ഇടയ്ക്ക് ആര്യ ചേച്ചി ഒന്ന് മാറി നിന്ന് ഓർക്കുന്നില്ല? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇടയ്ക്ക്. പക്ഷെ അത് വർക്കായില്ലായിരുന്നു എനിക്ക്. ഇല്ല, ആരും എന്റെ അടുത്ത് ആരും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷെ MJ അങ്കിളിനും ഉണ്ണി അങ്കിളിനും അല്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മിസ്യുകൾ ഇവിടുന്ന് വന്നോണ്ടേയിരുന്നു. കേട്ടായിരുന്നോ രണ്ടുപേരും? ഇല്ലല്ലോ. കേട്ടില്ല? ഇല്ല. ഇവിടുന്ന് എല്ലാ ആൾക്കാരും വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഓരോ മിസ്യു വീതം ഞങ്ങൾ വിയറ്റ്നാമിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. അതെ, ഉണ്ണി അങ്കിളിനെയും ഞങ്ങൾക്ക് മിസ്യു ചെയ്തു. പ്രത്യേകിച്ച് ഉണ്ണി അങ്കിൾ ചില ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല ഇന്ന പാട്ട് പാടണം എന്ന്. അവരത് ഇവിടെ വന്ന് പാടി. അപ്പൊ ഞാനും മലേഷ്യ പോകുമ്പോ അത് ഓർക്കണായിരുന്നു. ഉണ്ണി അങ്കിള് ഞാനും ഉണ്ണിച്ചേട്ടൻ ഒരേ രാജ്യത്തുണ്ടായിരുന്നു. അതെ, ഞങ്ങളെ പക്ഷെ അവിടെ കാണാൻ പറ്റില്ല. മലേഷ്യയിലായിരുന്നു. പക്ഷെ കൂട്ടിമുട്ടിയില്ല, കണ്ടുമുട്ടിയില്ല. മെസ്സേജ് മാത്രം മുട്ടി. ആര്യ ചേച്ചിക്ക് സുഖല്ലേ? സുഖായിരിക്കുന്നു മീനൂട്ട. മീനൂട്ട ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ ഇന്ന്. എനിക്കോ? എപ്പോഴാ ഭംഗി? മേക്കപ്പ് കൂടുതൽ ഇട്ടിട്ടായിരിക്കും. അതൊന്നും അല്ലല്ല, ഇത് എന്തോ ആ ഒരു കോമ്പിനേഷന്റെയോ ആ ഓർണമെന്റ്സോ ആ ഡ്രസ്സോ എന്തോ ആണ് ഒരു പ്രത്യേക ഭംഗി. ആ ഹെയർ സ്റ്റൈലോ. ഓക്കെ, അപ്പൊ എനിക്ക് സീക്രട്ട് മനസ്സിലായിട്ടോ. എന്താ? ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിരുന്നില്ലേ? കണ്ടു. ഷോപ്പിങ്ങിന് പോകുന്ന സ്റ്റോറി. കല്യാൺ സിൽക്സ് ആണ്. അതെ, കല്യാൺ സിൽക്സ് അല്ലാണ്ട് ആരാ നമുക്ക് ഇത്ര നല്ല ഉടുപ്പൊക്കെ ചെയ്തു തരാ? അപ്പൊ അങ്ങനെ പറ, കല്യാൺ സിൽക്സിന്റെ കോസ്റ്റ്യൂം ആണല്ലേ? ഇത്ര ഭംഗിയുള്ള കോസ്റ്റ്യൂം കല്യാൺ സിൽക്സ് അല്ലാണ്ട് വേറെ ആര് ചെയ്തു തരാനാ? ഭംഗിയുള്ള ഞാനും ഭംഗിയുള്ള കല്യാൺ സിൽക്സും. നല്ല ഒത്തിരി കിടിലൻ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. സിൽക്ക് ബ്ലെൻഡ് ഫാബ്രിക്, ബനാറസി വീവ്, സോഫ്റ്റ് ഫ്ലോയി ഫാബ്രിക്, കൂടാതെ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് എംബ്രോയിഡറി ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആയിട്ടുള്ള ട്രഡീഷണൽ വിവൻ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ ഫാബ്രിക്കുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ സൂപ്പർ ആയിട്ടുള്ള കുറേ സൂപ്പർ ഉടുപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കല്യാൺ സിൽക്സിൽ ആടി സെയിൽ നടക്കുകയാണ്. 70% വരെ നമുക്ക് ഓഫ് ഉണ്ട്. ഇപ്പൊ വാങ്ങിയാ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടി വാങ്ങാം. അപ്പൊ ആരും മടിച്ചു നിൽക്കാതെ വേഗം പോയി ഷോപ്പ് ചെയ്തോ. കുടുംബത്തോടൊപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഫുൾ ഫാമിലിക്കുള്ള സെലക്ഷൻ നമ്മുടെ കല്യാൺ സിൽക്സിലുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. മീനൂട്ടാ, എന്തോ? ഞാനൊരു ഓർമ്മയുടെ വാസന്ത നന്ദന തോപ്പിൽ പോയിരുന്നു. പോയോ? എന്നിട്ട്? അതിന്റെ പേരാണ് ഹലോങ് ബേ. എവിടെയാണ്? എവിടെയാ? ഞാൻ ആരാണ് ആ ഡെയ്സി എന്ന് ചോദിക്കാൻ പോവായിരുന്നു. ആരാണ് ആ ഡെയ്സി? അതൊന്നും പറയില്ല, അതൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനും എന്റെ ചേട്ടനും കൂടെയാണ് പോയത്. വർഷത്തിലൊരിക്കൽ ഞാനും ചേട്ടനും കൂടെ ബ്രദേഴ്സ് ഡേ ഔട്ട് ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്. അത് അടിപൊളി. അങ്ങനെ ഒരു പരിപാടിയാണ് ഇത്. ഓൺ ദ വേ ആണ് നമ്മുടെ ഉണ്ണിയേട്ടനും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പറ്റിയില്ല, കൂട്ടിമുട്ടിയില്ല. അപ്പൊ ഹാലോങ് ബേയുടെ ഒരു വിശേഷം നമുക്കിവിടെ കാണാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഭൂമികളിലൂടെയുള്ള യാത്രയാണ്. അയ്യോ,
നല്ല ഭംഗിയുണ്ട്. ഓ എന്ന് വെച്ചാ ഈ ഫാന്റസി വേൾഡിലൊക്കെ ചെല്ലുന്ന പോലെ അങ്ങനെ ഞാൻ കിട്ടില്ല ടൈറ്റാനിക്കിൽ അഭിനയിച്ചു. അഭിനയിച്ചു. ഇത് എങ്ങനെ എം ജെ ഞങ്ങള് ഷൂട്ട് ചെയ്തു? എങ്ങനെ ഡ്രോണിലാണ്? ഡ്രോണാണ് അവര് ഷൂട്ട് അവര് ചെയ്തോ? തന്നെ ഷൂട്ട് ചെയ്യുന്ന. അടിപൊളി, ഭയങ്കര അടിപൊളി. ഭയങ്കര ഗംഭീരമാണ്. അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇമോഷനാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോ. യുനോ ഇതിന് ചുറ്റും ഏതോ ഒരു മായിക ലോകം, ഒരു സ്വർഗം, ആ ലോകത്തെ എല്ലാ നല്ല സംഗീതങ്ങളും ഒന്നിച്ചു വന്നു ചേരുന്ന പോലെ. ഇത് എത്ര ദിവസം? ഒരു ദിവസമാണോ ഇത്? നമ്മൾ ഒരു ദിവസം 2 days and 1 night ആണ് നമ്മൾ Okay. താമസിച്ച ക്രൂസില് ചേട്ടന്റെ കൂടെ. അപ്പൊ അടിപൊളി. അതൊരു ഗംഭീര ഒരു യാത്രയായിരുന്നു. അത് ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് പോയത്. അത് Okay. വിയറ്റ്നാമിന്റെ ക്യാപിറ്റലാണ്. ഓക്കെ. അപ്പൊ പോയപ്പോ ഞാൻ ആലോചിച്ചു, നമ്മുടെ മീനുകുട്ടൻ എന്ത് കൊണ്ടുവരും, ആര്യക്കുട്ടിക്ക് എന്ത് കൊണ്ടുവരും, നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എന്ത് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ നല്ലൊരു ആലോചന. നല്ലൊരു ആലോചന. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം? അതെ. അപ്പൊ 2 സാധനങ്ങൾ കണ്ടു. അതിൽ ഒരു സാധനം വാങ്ങിച്ചു. ഓക്കെ. ഓക്കെ, അത് തരട്ടെ? തായോ. മീനുകൂട്ടാ പോന്നേ, വരും. ഇരിക്കട്ടെ ഒരു കിരീടം. നന്ദിയുണ്ട്. ഇനി ആര്യ ചേച്ചിക്ക് ഇപ്പൊ വിയറ്റ്നാമിലെ ഏതോ ഒരു സുന്ദരി രാജകുമാരി പോലെ ഉണ്ട് എന്റെ മോളെ കാണാൻ. തോന്നില്ലേ ഈ തൊപ്പി വെച്ചപ്പോ? ശരിക്കും ഉണ്ട്. അതാണ് ആര്യ Correct. ചേച്ചി ഉണ്ട്. താങ്ക് യുടാ. നമ്മളങ്ങോട്ട് കാണാത്തോണ്ടാ. എം ജെ അങ്കിൾ, Yeah. ഉണ്ണി അങ്കിൾ, ആര്യ ചേച്ചി, എനിക്കൊരു Yes. സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും ഇവിടെ എല്ലാവരുടെ അടുത്തും കൂടിയാണ് കേട്ടോ. ഇത്രയും നാള് നമ്മുടെ ടോപ്പ് സിംഗറിൽ പ്രേക്ഷകരെല്ലാം കുട്ടികളെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ അവർക്കൊരു സ്പെഷ്യൽ ചാൻസ് വന്നിരിക്കുകയാണ്. ടോപ്പ് സിംഗറിലെ കുട്ടികളെ, ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളെ അവർക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് ആരുടെയാണോ പെർഫോമൻസ് നടക്കുന്നത് അവരുടെ ഒരു QR കോഡ് താഴെ ഉണ്ടാവും. അതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആഹാ. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതിന്റെ So, ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, MMC എന്ന് പറഞ്ഞിട്ട്, മില്യൺ മലയാളി ക്ലബ്. അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല എന്നുള്ളവർക്കാണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണും. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വോട്ട് അവിടെ നമുക്ക് എന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്ന് പറയുന്നത് എപ്പോഴും പ്രേക്ഷകർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെ ആരുടെയാണോ പെർഫോമൻസ് നടക്കുന്നത് ആ ആൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് താഴെ ഉണ്ടാവും. അപ്പൊ നമ്മൾ MMC ഡൗൺലോഡ് ചെയ്ത് നമുക്കതിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാരും വോട്ട് ചെയ്യണേ. എന്നാ ആദ്യത്തെ ആളെ വിളിക്കാം അല്ലേ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ മൈഥിലിക്കുട്ടി ഓൺ സ്റ്റേജ്. ഇത് നമ്മുടെ MJ അങ്കിൾ വിയറ്റ്നാമിൽ പോയിട്ട് വന്നപ്പോ അവിടുന്ന് കൊണ്ടുവന്നതാ. ഗിഫ്റ്റ് കൊണ്ടുവന്നതാ. ചോദിക്ക് എന്താ കൊണ്ടുവന്നെന്ന്. എനിക്ക് എന്തെങ്കിലും തരാട്ടാ. ആ പാടി കഴിയുമ്പോ ഇപ്പൊ തരാം. അതെ, കുറച്ച് സമയം എടുക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. പിന്നെന്താണ് വിശേഷം മൈദു? കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട്. ഇന്ന് എന്റെ പാട്ട് കേൾക്കാനായിട്ട് ആ. എന്റെ ചിറ്റയും ലച്ചുവും പിന്നെ ചിറ്റയുടെ അമ്മയും പിന്നെ ജാനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്റെ ചിറ്റയുടെ മമ്മിയൊക്കെ സീസൺ 1 തൊട്ടേ നമ്മുടെ ടോപ്പ് സിംഗർ കാണുന്നവരാ. എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്നവരാ. നമസ്കാരം നമസ്കാരം എല്ലാവർക്കും കേട്ടോ. വളരെ സന്തോഷം. നമ്മുടെ കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞിന്റെ ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് അതുപോലെ അല്ലേ സ്നേഹം. അപ്പൊ ഇന്ന് സ്നേഹിച്ച് പാടാൻ പോകുന്ന പാട്ട് ഏതാ? പൂവരമ്പിൻ താഴെ. ആഹാ, വിദ്യാരംഭം അല്ലേ സിനിമ. ഇത് ജയരാജേട്ടന്റെ ആദ്യത്തെ സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടർഫുൾ ഫിലിമാണ്. നല്ല നല്ല പാട്ടുകളായിരുന്നു അല്ലേ? All the best. All the Maidu. best. Thank you. ബെസ്റ്റ് ഓഫ് ലക്ക്. ആ
ആഹാ, അടിപൊളി. താങ്ക് യു. മീനുടാ, എന്തോ ഇന്ന് നമ്മുടെ കുഞ്ഞു പാടിപ്പോഴേ ഉം. ഇവിടെ വേറൊരാളെ ഞാൻ കണ്ടു കേട്ടോ. ആരാ അത്? എന്താ വെച്ചാ അതൊരു ചന്തമേറിയ പൂവാണ്. കാണാനും കേൾക്കാനും ഇന്ന് അങ്ങനെയില്ലേ, ഒരു അങ്ങനെയുണ്ട്. ചന്തമേറിയ Yes. പൂ പോലില്ലേ. അങ്ങനെയുണ്ട്. പൂവിന് എപ്പോഴും പറഞ്ഞാൽ ഒരു നൈർമല്യമാണ് പൂവിന്, അല്ലേ? അപ്പൊ പൂ ഇങ്ങനെ വിടർന്നു വന്നത് എപ്പോഴും പറഞ്ഞാൽ രണ്ടാമത്തെ ചരണം വന്നപ്പോഴാ. യെസ്. അപ്പൊ ശരിക്കും വിടർന്നു. ഉം. അപ്പൊ അവിടുന്ന് മുല്ലപ്പൂവിന്റെ പോലെയുള്ള സുഗന്ധം ഇവിടെ കിട്ടി. അതിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. രണ്ടാമത്തെ ചരണം ഗംഭീരം. താങ്ക് യു. പിന്നെ തുടക്കം നന്നായി, ഒടുക്കം ചെറിയൊരു ഗ്ലിച്ച്. ഹരിചന്ദനം തൊട്ടു. ഉം. ഹരി എന്നുള്ളത് ശ്രുതിയാണ്, ഉം. പക്ഷെ തുടക്കം എഗെയിൻ ഗൗതം ഗംഭീർ. താങ്ക് യു. അത് വളരെയധികം എന്താ പറയുക, പൂവരമ്പിൻ താഴെ ആഹാ എന്ന് പറയാൻ തോന്നി. പിന്നെ പൂ വന്ന് ഇങ്ങനെ ചന്തം കൂടി വന്ന് തൂവാനം താണിറങ്ങും വെള്ളിമേട്ടിൻ മേലെ എന്ന് പാടിയില്ലേ, മേലെ, അത് മേലെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അത് രസമായിരുന്നു. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ലൈൻസ് പാടിയത് ആരോരും കാണാതെ നെയ്തലാമ്പൽ കടലിൽ നിന്നുള്ള ആ 2 ലൈൻസിലെ ആ മേളയുള്ള പോർഷൻ, അത് ഭയങ്കര മെലോഡിയസ് ആയിരുന്നു. ചില ആൾക്കാരൊക്കെ പറയില്ലേ മെലഡി വഴിഞ്ഞൊഴുകി, അങ്ങനെ വഴിഞ്ഞൊഴുകിയ സമയത്താണ് അവിടെ പൂ ശരിക്ക് ഇങ്ങനെ വിരിഞ്ഞു കേട്ടോ. അപ്പോഴും ഒരു ആഹായും ഓഹോയും ഉണ്ട്. അത് ഗംഭീരമാണ് കേട്ടോ. താങ്ക് യു. ഒരു പാട്ട് ഒരു കത്ത് എന്ന പോലെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എന്താണ് അതിലെ വാക്കുകൾ, അതിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് സ്വരങ്ങളാണ്, പക്ഷേ അതിന്റെ കൈയക്ഷരം എന്നുള്ളത് എക്സ്പ്രഷനാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ആ എക്സ്പ്രഷൻസ് എവിടേക്കാണോ വന്നത് അവിടെയാണ് പൂ വിരിയുന്നത്, അവിടെ മാത്രമാണ് പൂ വിരിയുന്നത്. എവിടെ നമുക്കത് നഷ്ടമാവുന്നോ അവിടെ പൂ ഇങ്ങനെ ഇരിക്കും, വാടിയിരിക്കും. അപ്പൊ വാടാൻ പാടില്ല. അപ്പൊ വാടിയ ഒരുപാട് പ്രദേശങ്ങളില്ലായിരുന്നു. പിന്നെ ഒരു ഗ്ലൂം ഇടയ്ക്ക് വന്ന്, പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ ഗ്ലൂമിന്ന് ജസ്റ്റ് എസ്കേപ്ഡ്. അതെന്ത് പറ്റി? വെള്ളം കുടിച്ചില്ലേ? റിഹേഴ്സലിന്റെ സമയത്ത് കുടിച്ചായിരുന്നു. പിന്നെ വെള്ളം വേണം ചോദിച്ചപ്പോ എന്റെ വായിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ പാടാൻ തുടങ്ങിയപ്പോ അത്യാവശ്യം ഉണ്ടായിരുന്ന വെള്ളം പാടാൻ തുടങ്ങിയപ്പോ പറ്റിയിരുന്നു. വെള്ളം വിഴുങ്ങിപ്പോയി. അപ്പൊ ഈ ഉള്ള വെള്ളം പോകാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാൽ ടെൻഷൻ പാടില്ല എന്നുള്ളതാണ്. കുറച്ച് ടെൻഷൻ ഉണ്ട്. സത്യല്ലേ? തുറന്നു പറഞ്ഞു. ആ രഹസ്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. സാരില്ല, ഈ സ്റ്റേജ് കാത്തിരിക്കുകയാണ് മോളെ. അപ്പൊ കാത്തിരിക്കുന്ന ആളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ഹോം, ഇത് വീട്, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ പാടാമെന്നാണ്. പിന്നെ ഈ പാട്ട് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കല്യാണി രാഗം ബേസ്ഡ് അല്ലെങ്കിൽ യമൻ എന്നുള്ള രാഗം ബേസ്ഡ് ആണ്. ഇതിന്റെ സംഗീത സംവിധായകൻ ബോംബെ രവി സാറാണ്. അദ്ദേഹം ഒരു ഗ്രേറ്റ് മ്യൂസിക് ലെജൻഡ് ആയിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പഴയ കാലത്ത് ആദ്യകാലത്തൊക്കെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ദില്ലിയിൽ അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പാട്ടുകാരനാവണം എന്നുള്ള ആഗ്രഹത്തിലൂടെ പഴയ ബോംബെയിലേക്ക് അദ്ദേഹം ചേക്കേറി. അവിടെ മലാഡ് റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങി. പതുക്കെ അദ്ദേഹം ഒരു സംഗീത സംവിധായകനായി മാറിയത്. ഇപ്പോൾ മുഹമ്മദ് റഫീ സാബിനെ അദ്ദേഹം കാണുന്നുണ്ട്. എനിക്ക് സംഗീത സംവിധായകനാകണം എന്ന് പറഞ്ഞപ്പോൾ റഫീ സാബ് പറഞ്ഞു, നൊട്ടേഷനും സംഗീതമൊക്കെ പഠിക്കൂ, എന്നിട്ട് ആകാമല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ ചൗധുവീൻ കാ ചാന്ദ് പോലെ റഫീ സാബുമായിട്ട് എത്രയോ അനശ്വരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ ചെയ്ത വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് കമ്പോസേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ഇവിടെ മൈദൂന് പാടാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ കൈതപ്രം സർ എഴുതിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഒരു ബ്യൂട്ടിഫുൾ ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ സെലക്ഷൻ ഈ വോയിസിന് ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. ആ പാട്ടിന്റെ ഒരു സത്ത് വേദിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. ഫസ്റ്റ് പല്ലവിയിൽ മാത്രം ഒരു ബ്രെത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫ്ലോ ഒന്ന് ചെറുതായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷെ അനുപല്ലവിയിൽ ഒരു ചെറിയ ഗ്ലിച്ച് വന്നു. അതെല്ലാം കടന്ന് ചരണത്തിൽ മനസ്സിലായി ഇത് നന്നായിട്ട് ഞാൻ പാടും എന്ന് തീരുമാനിച്ച് അതൊരു എക്സെപ്ഷണലി ഗുഡ് ആയിട്ട് പാടി. ചരണം വാസ് റിയലി ഗുഡ്. ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു, സെക്കൻഡ് ചരണം വാസ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് വൺ. പിന്നെ മൈഥിലി കുട്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് യുവർ വോയിസ്, ദാറ്റ് ഇന്നസെൻസ് ഇൻ യുവർ വോയിസ്. ഈ പാട്ടിന് അത് ആവശ്യമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നു. ഓക്കെ,
ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഉണ്ണിയങ്കളുടെ അടുത്ത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാണ്. പറയൂ. ഉണ്ണിയങ്കൾ ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷമല്ലേ വന്നിട്ട് ഇങ്ങനെ അതെ. നമ്മുടെ ടോപ്പ് സിംഗർ എന്ന പാട്ടൊക്കെ കേൾക്കുന്നേ. അതെ. അപ്പൊ എന്താ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഉള്ളൊരു ഫീലിംഗ്? മെയിൻലി വരുന്നത് ഈ കുട്ടികളുടെ പാട്ട് കേട്ട് എൻജോയ് ചെയ്യാനാണ്, മാർക്ക് ഇടാനല്ല. ശരിക്കും ആ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ അവർ കാണിക്കുന്ന ആ ഒരു സ്പാർക്ക്, ഓരോ പാട്ടും അവർ കൺസീവ് ചെയ്യുന്ന വിധം. നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ കൺസീവ് ചെയ്ത മാതിരിയല്ല ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ ശരിക്കും നുവാൻസസ് പഠിച്ചിട്ടാണ് അവര് വേദിയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജും അത് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ദ വേ ദേ ഇംപ്രൂവ് ദംസെൽസ് ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, യുനോ. അപ്പോൾ അത് കേൾക്കാനും അത് നേരിട്ട് കാണാനും വേണ്ടിയിട്ടാണ് ഓരോ തവണയും തിരിച്ചു വരുന്നത്. ഇത് മാത്രമല്ല, ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു കാം പ്രസൻസ് ആണ് അതെ, അതെ, അതെ. എപ്പോഴും. താങ്ക് യു ഇനി സോ പക്ഷേ- മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഇനി പക്ഷെ ഉണ്ണിയങ്കളുടെ നമുക്ക് അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടൂല കേട്ടോ. ഉണ്ണിയങ്കൾ അതെന്ത് ഭയങ്കര പറ്റി? സ്റ്റാർ ആയി പോയി കഴിഞ്ഞാൽ എന്നെ പിന്നെ കിട്ടാതിരിക്കുകയല്ല. ഉണ്ണിയങ്കൾ ഇനി എപ്പോഴും ഇങ്ങനെ ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് ബിസി ആയിരിക്കും. സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് അതെ, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പറയുന്നതാ നമ്മുടെ സംഗീത ലോകത്തെ മമ്മൂട്ടിന്ന്. ശരിയാവും. ആണോ? ഓക്കെ, ആര്യ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. ഭയങ്കര ഇന്നസെന്റ് സിംഗിങ്, പക്ഷെ ആ ഇന്നസെൻസിന്റെ കൂടെ ഭയങ്കര മെച്യൂരിറ്റിയും കൂടെ കാണിക്കുന്ന ഒരു സിംഗറാണ് നമ്മുടെ മൈഥിലി കുട്ടി. എനിക്ക് ആദ്യം പറയാനുള്ളത്, മൈക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ തന്നെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു വോള്യൂം ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മൈക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വായുടെ അടുത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതാണ് എനിക്ക് ഇന്ന് മെയിൻലി തോന്നിയത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ചരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ക്ലാരിറ്റി കുറവ് തോന്നിയത്, എസ്പെഷ്യലി വരികളുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് ഹരിചന്ദനം തൊട്ടു തൊട്ടു, അത് പലപ്പോഴും ക്ലാരിറ്റിയിൽ വന്നില്ല എന്ന് തോന്നി. അതുപോലെ പൈക്കിടാങ്ങൾ ഇളകി മേയും നേരം, അവിടെയും ഒരു അറ്റത്തൊരു സംഗതി ഉണ്ടല്ലോ, നേരം. അവിടെയൊക്കെ ചെറിയ ചെറിയ ക്ലാരിറ്റി കുറവ് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ പാടിയപ്പോൾ. അപ്പൊ ആ ഭാഗങ്ങള് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നി. ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി. പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. നല്ല മെച്യൂരിറ്റി, നല്ല പ്രസൻസ് ഉണ്ട്. ആ മെലഡീനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തു കേട്ടോ. ഓൾ ദി ബ്രെത്ത് Thank മാനേജ്മെന്റ് you. കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പോണേ. ബ്രെത്ത് മാനേജ്മെന്റ് കേട്ടോ. മാർക്ക് എത്രയാണ്? 98 ആണ്. 98 അല്ല, ഒരു മാർക്ക് കുറവാ. 97 out of 100. താങ്ക് യു. അപ്പൊ ചാച്ച മൈത്രി കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് ഒരു മഴയൊക്കെ പെയ്പ്പിക്കാനായിട്ട് സമയമായി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ. ബൈ.